ഹായ് ഫ്രണ്ട്സ്, കേരള ട്രാവൽ പാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര നെയ്യാർ ഡാമിലേക്കാണ്. നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കുള്ള യാത്ര. ഈ കാണുന്നതാണ് നെയ്യാർ ഡാമിലെ മെയിൻ എൻട്രൻസ്. ഇതാണ് നെയ്യാർ ഡാമിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു ബോർഡ്. ഈ കാണുന്നത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള നിരക്കും നമ്മുടെ എൻട്രി ടിക്കറ്റും എല്ലാം എഴുതി വച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നെയ്യാർ ഡാമിലെ വിശാലമായ എൻട്രി പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്നത് നെയ്യാർ ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന നെയ്യാർ കനാൽ വ്യൂ ആണ്. ഇവിടെ നിന്നും മുകളിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഡാമിൻ്റെ ടോപ്പ് വ്യൂ പോയിന്റിലേക്ക് എത്താൻ സാധിക്കും. ഈ കാണുന്ന മനോഹരമായ പാതയിലൂടെ സഞ്ചരിച്ച് മുകളിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. അവിടെ നിന്നും പോകുന്ന വഴി വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഗാർഡനിലേക്കും അതുപോലെ തന്നെ ഡാമിൻ്റെ സൈഡ് വ്യൂ കാണാനുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ കാണുന്നത്. മനോഹരമായ ഡാമിൻ്റെ വിശാലമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും നെയ്യാർ ഡാമിലേക്ക് ഏകദേശം 32 കിലോമീറ്ററാണ് ഉള്ളത്. തിരുവനന്തപുരത്തു നിന്നും കാട്ടാക്കടയ്ക്ക് എപ്പോഴും ബസ്സുണ്ട്. കാട്ടാക്കടയിൽ നിന്നും ഏകദേശം അരമണിക്കൂർ കൂടുമ്പോൾ നെയ്യാർ ഡാമിലേക്ക് ബസ്സുകളുണ്ട്. അതുവഴി നമുക്ക് നെയ്യാർ ഡാമിൽ എത്തിച്ചേരാൻ സാധിക്കും. 1958 നെയ്യാർ ഡാമിൻ്റെ പണി പൂർത്തിയായത്. ഏകദേശം 56 അടി ഹൈറ്റും 294 മീറ്റർ നീളവുമാണ് നെയ്യാർ ഡാമിനുള്ളത്. മഴക്കാലമല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഷട്ടറുകളൊക്കെ ഓപ്പൺ അല്ല. സ്റ്റോണും കോൺക്രീറ്റുമായി പണി കഴിപ്പിച്ച ഈ ഗ്രാവിറ്റി ഡാമിൻ്റെ താഴെ നിന്നുമുള്ള മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാമിൻ്റെ സ്പിൽവേ ഓപ്പൺ അല്ലെങ്കിലും ഇവിടെ നിന്നും വെള്ളം പുറത്തേക്ക് തള്ളുന്നതും ഈ കനാലിൽ കൂടെ വെള്ളം ഒഴുകുന്നതുമായ മനോഹരമായ കാഴ്ചകൾ നമുക്കിവിടുന്ന് ആസ്വദിക്കാൻ സാധിക്കും. ഇതെല്ലാം കാണണമെങ്കിൽ ഡാമിൻ്റെ താഴെ തന്നെ എത്തേണ്ടതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഡാമിൻ്റെയും ആകാശത്തിൻ്റെയും മനോഹരമായ കാഴ്ചകൾ നമുക്കിവിടുന്ന് കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. ഇത്രയും മനോഹരമായി ഡാമിൻ്റെ അടുത്ത് നിന്ന് ഒരു വ്യൂ കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതുമല്ല. സ്പിൽവേ ഓപ്പൺ അല്ലാത്തതുകൊണ്ടാണ് ഈ കാണുന്ന പാതയിലൂടെ വെള്ളം ഒഴുകി താഴേക്ക് പോകാത്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ വറ്റി വരണ്ടാണ് കിടക്കുന്നത്. പക്ഷേ ഈ കാണുന്ന കാഴ്ചയെല്ലാം വളരെ മനോഹരമാണ്. 10 രൂപ മുടക്കി നെയ്യാർ ഡാമിലേക്ക് കയറുന്ന ആരും വിചാരിക്കില്ല നെയ്യാർ ഡാമിൻ്റെ ഉള്ളിൽ ഇത്രയും മനോഹരമായ കാഴ്ചകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും പറയാനില്ല, മനോഹരമായ കാഴ്ച തന്നെ. ഇതെല്ലാം കണ്ടു മടങ്ങി നമുക്ക് മുകളിലേക്കുള്ള നെയ്യാർ ഡാമിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകാം. ഇവിടെ നെയ്യാർ ഡാമിൻ്റെ ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ മനോഹരമായി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കൊച്ചു പ്രതിമയും. ഇതെല്ലാം കണ്ട് മുകളിലേക്ക് നമുക്ക് സഞ്ചരിച്ച് നെയ്യാർ ഡാമിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള വ്യൂ കാണാനായി എത്തിച്ചേരാം. മുകളിലേക്കുള്ള യാത്രയിൽ നമ്മുടെ നാടിൻ്റെ പാരമ്പര്യത്തെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രതിമകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഡാമിൻ്റെ മുകളിലെ ടോപ്പ് വ്യൂ ആണ്. ഇവിടെ നിന്ന് മുന്നിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നാടിൻ്റെ തനതായ കഥകളിയെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിമ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ നിന്നും മുൻപോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെയ്യാർ ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീട് കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട്. ഈ കാണുന്ന ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. നമ്മുടെ നെയ്യാർ ഡാമിനോട് ചേർന്നാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അമ്പലത്തിനോട് ചേർന്ന് തന്നെ വലിയൊരു ആൽമരവും ആ ആൽമരത്തിൻ്റെ ചോട്ടിലായി ഒരു ആനയുടെ പ്രതിമയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം നമ്മുടെ നെയ്യാർ ഡാമിനോട് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. അവിടെ നിന്നും ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ഡാമിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഈ കാണുന്നത്. ഡാമിനോട് ചേർന്ന് ഡാമിൻ്റെ മുകളിലൂടെയുള്ള പാത. ഈ കാണുന്നതെല്ലാം ഡാമിനോട് ചേർന്ന് കിടക്കുന്ന പരിസര പ്രദേശങ്ങളും ഡാമിൻ്റെ താഴ്ചയിലുള്ള മനോഹരമായ കാഴ്ചകളുമാണ്. ഈ വഴി ക്രോസ് ചെയ്ത് വേണം നമുക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് എത്തിച്ചേരാനും. ഈ കാണുന്ന മനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കുള്ള യാത്രയിൽ മുൻപോട്ട് സഞ്ചരിക്കണം. ഇത്രയും മനോഹരമായി ഒരു ആകാശ നിരീക്ഷണം പോലെ എല്ലാം കണ്ട് ആസ്വദിക്കാൻ പറ്റുമെന്ന് ഒട്ടും വിചാരിക്കുന്നതല്ല നമ്മൾ ഈ 10 രൂപ കൊടുക്കുമ്പോൾ. പക്ഷേ ഒന്നും പറയാനില്ല, നമുക്ക് ഇത്രയും ആസ്വദിക്കാൻ മറ്റൊരു കാഴ്ചയും ഈ പരിസരത്തുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇനി ഇവിടെ നിന്നും ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ വേറൊരു ഗേറ്റ് കാണാൻ സാധിക്കും. ആ ഗേറ്റ് കടന്നു കഴിയുമ്പോൾ തന്നെ മുൻപിലായി നമുക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കുള്ള ഒരു എൻട്രിയും കാണാം. അതുപോലെ തന്നെ ഇടതുവശത്തായിട്ട് ഒരു മനോഹരമായ ഒരു പവലിയനും ഒരു വലിയൊരു വാച്ച് ടവർ പോലെയുള്ള ഒരു ഏരിയയും കാണാം. ആ വാച്ച് ടവറിലേക്കാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ വാച്ച് ടവറിൻ്റെ ടോപ്പിലെത്തി കഴിയുമ്പോഴുള്ള മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ ഡാമിൻ്റെ 2 സൈഡിലുമുള്ള വ്യൂവും ആകാശത്തോട് ചേർന്ന് കിടക്കുന്ന ഇത്രയും മനോഹരമായ ഹരിതാപവും പച്ചപ്പും നിറഞ്ഞ മനോഹരമായൊരു കാഴ്ച. നെയ്യാർ ഡാമിൽ നമുക്കായി ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന പവലിയൻ്റെ മുകളിലുള്ള മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ചെറിയ സ്റ്റെപ്പുകൾ കയറി പവലിയൻ്റെ മുകളിലെത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് താഴെയുള്ള മനോഹരമായ ഗാർഡൻ്റെ ഒരു വ്യൂവും നെയ്യാർ ഡാമിൻ്റെ വ്യൂവും നെയ്യാർ ഡാമിനോട് ചേർന്ന് കിടക്കുന്ന ഈ വനപ്രദേശത്തെ മനോഹരമായ കാഴ്ചകളും
ഈ റിസർവോയർ ഫോറസ്റ്റിൻ്റെ മനോഹരമായ മറ്റ് കാഴ്ചകളുമൊക്കെയാണ് നമുക്ക് മുകളിൽ നിന്ന് ആസ്വദിക്കാൻ സാധിക്കുന്നത്. കാണുമ്പോൾ ചെറിയൊരു പവലിയനാണെങ്കിലും മനോഹരമായ കാഴ്ചകളാണ് മുകളിലുള്ളത്. ഇവിടെയാണ് നെയ്യാർ ഡാമിലെ ബോട്ടിംഗ് നടക്കുന്നത്. ഇവിടെ ഒരുപാട് ബോട്ടുകളൊക്കെ ഉണ്ട്, സ്പീഡ് ബോട്ടും മറ്റുമൊക്കെ. ഇവിടെ നിന്നും ബോട്ടിംഗ് ടിക്കറ്റ് എടുത്ത് ബോട്ടിംഗ് നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. നമ്മൾ വന്ന സമയത്ത് ഇവിടെ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലേക്കുള്ള പ്രവേശനം അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലേക്ക് നമുക്ക് പ്രവേശനം അനുവദിച്ചില്ല. എന്നാലും നമ്മൾ ഈ ബാക്കിയുള്ള എല്ലാ പ്രദേശങ്ങളും കണ്ട് ആസ്വദിച്ച് ഈ ഡാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെയാണ് നമ്മൾ തിരിച്ചിറങ്ങി വന്നത്. പക്ഷേ മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കിട്ടിയതെല്ലാം. വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലേക്ക് നമുക്ക് പ്രവേശനം അനുവദിച്ചില്ലെങ്കിലും നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അറിയാൻ സാധിച്ചത് അവിടെ മുതലയും അതുപോലെ തന്നെ പെരുമ്പാമ്പും എല്ലാം ഉണ്ട് എന്നാണ്. ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു മനോഹരമായ അക്വേറിയവും കുട്ടികൾക്കായി കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്കും അവിടെയുണ്ട് എന്നാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ പ്രവേശനം കിട്ടാത്തതിൽ ചെറിയൊരു സങ്കടമുണ്ടെങ്കിലും ബാക്കിയെല്ലാം കണ്ട് ആസ്വദിച്ച് നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നു. ഈ കാണുന്ന ഡാമിൻ്റെ വ്യൂ എല്ലാം ഒന്നുകൂടി താഴെ നിന്നും ഒപ്പിയെടുത്ത് ഇവിടെ നിന്നും ഫ്രണ്ടിലേക്ക് നീങ്ങി നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് തന്നെ വീണ്ടും കടന്നെത്തിയിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം പറയാം, കുട്ടികളായും ഫാമിലിയായും വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ് നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ ഉള്ളിലുള്ളത്. ഡാമിനോട് ചേർന്നുള്ള എൻട്രിയിൽ തന്നെ ചെറിയൊരു ജ്യൂസ് ഷോപ്പും സ്നാക്ക് ഷോപ്പും എല്ലാം ഉണ്ട്. വാഷ്റൂമിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളും ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങേണ്ട സമയവും കാര്യങ്ങളൊക്കെ അവരവിടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾ വന്ന സമയത്ത് സ്വിമ്മിംഗ് പൂൾ അടച്ചിട്ടിരിക്കുകയാണ്. കുട്ടികളായും ഫാമിലിയായും ഒരു വട്ടമെങ്കിലും നെയ്യാർ ഡാം സന്ദർശിക്കേണ്ടതാണ്. കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനും ഒരുപാട് അറിവുകൾ പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന മനോഹരമായൊരു സ്പോട്ട് കൂടിയാണ് നമ്മുടെ ഈ നെയ്യാർ ഡാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരോടും ബൈ ബൈ.